ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സീനത്ത് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട്, അതായത് കോല ഒടിഞ്ഞ് വീണ ചെറിയ ചെറിയ വഴക്കുണ്ടാവുമല്ലോ പഴം, അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാതെ എങ്ങനെ ഉപ്പേരി വെക്കുകയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ആ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഇളയ വാഴക്കൊലേന് എന്താ പറയുക, നമ്മളെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന വാഴ ഉണ്ടായിരുന്നല്ലോ, അത് കൊടുന്ന് വെച്ച് കുഴച്ച് വലിയ കൊലക്കായിരുന്നു. അപ്പോൾ അത് ഇടിഞ്ഞ് ചാടി. അപ്പോൾ അത് എടുത്തു കൊടുന്ന് ഇന്ന് ഉപ്പേരിയാണ് വെക്കുന്നത്. അന്നത്തെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പറ്റുന്നുള്ളവർ കാണാം, പറ്റാത്തവർ സ്ലിപ്പ് ചെയ്ത് പോയിക്കോളിട്ടാ. പക്ഷെ നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാവും. ഇത് കഴിച്ചാൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ ഉപയോഗിക്കാം, ഇങ്ങനെ ഉപ്പേരി വെച്ചാൽ. അപ്പോൾ ഞാനത് 4 കായ എടുത്ത് അത് ചെറുതാക്കി കൊത്തി അരിഞ്ഞ് ഇട്ടിട്ടാണ്, കഞ്ഞിവെള്ളത്തിലേക്കാണ് ഞാനത് വെള്ളത്തിലേക്കാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ അരിഞ്ഞ് മുഴുവനായിട്ടും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് വീട്ടിലുണ്ടാക്കിയപ്പോൾ ഉമ്മേൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഉമ്മ അവിടുന്ന് നിർബന്ധിച്ചിട്ട് ഞാൻ അതെടുത്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പം നല്ലൊരു അടിപൊളിയാണ്. ഇതിന് മുമ്പ് ഉപ്പേരിക്കൊക്കെ നല്ല ഉഷാറാട്ടോ. ഇങ്ങനെ ചെറുതാക്കി നോക്കി ഉപ്പ് വറവിട്ടിട്ട് വേവിച്ചിട്ട് ഞാൻ ചോറ്റപ്പം വൈകുന്നേരത്തെ ചായക്കടിക്കോ ഒക്കെ എടുത്ത് അങ്ങനെ ഇപ്പോൾ ഏതായാലും ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം. വലിയൊരു കൊലയായിരുന്നു. ഇതുപോലൊക്കെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കിട്ടാ. പിന്നെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആർക്കൊക്കെ ഇങ്ങനെ പഴമൊക്കെ അറിയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ. കൈമ തട്ടാൻ പാടില്ല, കൈമ തട്ടാതെ ഇങ്ങനെ പഴമായാലും പിന്നെ ചെറിയ ഉള്ളി വലിയ ഉള്ളിയൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റുന്നവർ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഇപ്പം എന്താ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഞാനത് ഉപ്പേരി വെക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് കടുകാണ്. നിങ്ങൾക്ക് ഉള്ളിയോ കടുകോ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനൊക്കെ ഇട്ടുകൊടുക്കാം. ഞാനിതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ കടുക് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കഴുകി വെച്ചതിലേക്ക് നമ്മുടെ പഴം ഉണ്ടല്ലോ കുത്തി കഴിഞ്ഞാൽ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഉപ്പും ചേർത്ത് പച്ചമുളകും ചേർത്ത് ഇളക്കി വേവുന്നത് വരെ മൂടി വെച്ച് നല്ല അടിപൊളിയായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കാൻ ശരിക്കും കഴിഞ്ഞിട്ടില്ല, അതാണ് വീഡിയോ ഒക്കെ അങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ കിട്ടുന്ന വീഡിയോ ഇനിയുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാണുക. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ ആയിരുന്നു കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. അങ്ങനെ ഞാൻ ഇന്നത്തെ തേങ്ങ അരച്ച് വെച്ച പഴത്തിൻ്റെ ഒരു കറിയും പിന്നെ കിളിമീൻ പൊരിച്ചതും വഴക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ ഇതാണ് കേട്ടോ മക്കളെ. പഴം കൊണ്ട് ഉപ്പേരി, പഴം കൊണ്ട് കറി, മീനും പൊരിച്ചത്. അപ്പോൾ ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.